സൊല്യൂഷനിലെ ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഓസ്മോട്ടിക് പ്രഷർ ആണോ? അല്ല, ഇറ്റ്സ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എലിവേഷൻ ഓഫ് എ ബോയിലിംഗ് പോയിൻറ്റ്, അതും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് വേപ്പർ പ്രഷർ, അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണോ? അല്ല. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ, ബാക്കി 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം വെറുതെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കീഴിൽ വരുന്നില്ല. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് കൃത്യമായി തന്നെ പറയണം. അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻസ്? The two solutions having same osmotic pressure at a given temperature is called isotonic solution. Example, 0.9% of sodium chloride solution is in isotonic with the blood. Okay, next question. Complete the table by giving the value of Van Hoff's factor I for complete dissociation of solute. NaCl വാൻ ഹോഫ് ഫാക്ടർ 2 ആണ്. AlNO3 ത്രൈസിന് 4, K2SO4 അത് 3 ആണ്, ആൻഡ് Al2SO4 ഇറ്റ്സ് 5. ഗോട്ട് ഇറ്റ്. അപ്പം ഐ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. ഓക്കെ, so next is 22nd question. Among the different types of colligative property, which one is most suitable for determination of molar mass of a polymer? Justify your answer. Osmotic pressure. The osmotic pressure method has an advantage of over method as pressure measured is around the room temperature and the molarity of the solution is used instead of molality. ഒന്നും കൂടി പറയാം. എമംഗ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏറ്റവും സ്യൂട്ടബിളായിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണെന്ന്, അത് ഓസ്മോട്ടിക് പ്രഷറാണ്. ദ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ബാക്കിയുള്ള മെത്തേഡിനെക്കാട്ടും അഡ്വാൻറ്റേജ് ഉണ്ട്. റീസൺ, പ്രഷർ മെഷർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലാണ്, ആൻഡ് ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഓക്കെ, ഗുഡ്. 23rd question. What are the factors which affect the vapor pressure of a solution? Vapor pressure of a solution is affected by the nature of liquid and temperature. Okay, അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 4 factors on which colligative property of a solution depend. Number of particles of solute, concentration of solution, association or dissociation, and temperature. Okay, അപ്പം അടുത്ത 25th ക്വസ്റ്റ്യൻ ആണ്. Benzoic acid dissolved in benzene show double of its molecular mass. Give reason. Benzoic acid undergo association in solution, so the number of particles decreases. Number of particles is directly proportional to colligative property. Therefore, colligative property decreases, hence molecular mass increases, because molecular mass is inversely proportional to colligative property. ബെൻസോയിക് ആസിഡിൽ അസോസിയേഷനാണ് നടക്കുന്നത്. അസോസിയേഷൻ വഴി ഈ പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കുറയും. പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കുറയുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പാർട്ടിക്കിൾസിൻ്റെ നമ്പറും ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യുമ്പോൾ മോളിക്കുലർ മാസ് കൂടും. കാരണം അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്.
26th question. A solution contains 50 gram urea. The molecular mass is 60 gram per mole. 15 gram urea and 16 gram mole. Per liter of solution in water has same osmotic pressure as a solution of glucose. Okay, so the molar mass of glucose is 180 gram per mole. Calculate the mass of glucose present in 1 liter of solution. The formula is osmotic pressure വരുന്നതിൻ്റെ formula pi v is equal to nRT. പൈ മാത്രം അവിടെ നിർത്തിയിട്ട് v by nRT. v by n എന്ന് പറയുന്നത് c ആണ്. ഓക്കെ, സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ n1 കൊടുത്തിട്ടുണ്ട്, 15 gram യൂറിയ ഡിവൈഡഡ് ബൈ v. നമ്പർ ഓഫ് മോൾസ് 50 gram യൂറിയ ഡിവൈഡഡ് ബൈ വോളിയം, അത് 60 gram കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു ആറ് 0.083 കൊടുക്കണം, നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൊടുക്കണം. ടെമ്പറേച്ചർ ഇസ് നോട്ട് ഗിവൺ, ബട്ട് ഓക്കെ. ടെമ്പറേച്ചർ അത് കുഴപ്പമില്ല. ആൻഡ് ദെൻ അപ്പോൾ ആൻസറായിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും, 1/4 ഇൻറ്റു 0.0832 ഇൻറ്റു ടി എന്ന് കിട്ടും. കാരണം നമ്മൾ ആ 0.08321 ഉണ്ടല്ലോ, അത് കട്ടൊന്നും ചെയ്യണ്ട, ഇപ്പം ഒന്നും ചെയ്യണതിന്, കാരണം നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ വരുമ്പോൾ വെറുതെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം 50/60 1/4 ആക്കി സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന യൂറിയയുടെ കേസാണ്, രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ കേസാണ്. യൂറിയൻ ചെയ്തു, ഗ്ലൂക്കോസും ചെയ്തു. അപ്പം π2 is equal to CRT. അപ്പം π2 is equal to N2 divided by V into RT. ഓക്കെ, ഈ പറയുന്ന നമുക്കതിനെ എങ്ങനെ എഴുതാം? N2 നമുക്ക് മാസ് ഓഫ് ദ ഗ്ലൂക്കോസ് അത് അറിഞ്ഞുകൂടാ. ഓക്കെ, നമുക്ക് W ആയിട്ട് എടുക്കാം, W ഡിവൈഡഡ് ബൈ V. V is 180. W by 180 ഇൻറ്റു R എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 0.08321 ഇൻറ്റു T എന്ന് കൊടുക്കുക. ഓക്കെ, സോ യൂറിയയുടെയും കിട്ടിയ ആൻസർ, ഗ്ലൂക്കോസിൻ്റെയും കിട്ടി. ഇനി പറയുന്ന രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോവാം, ആറും ക്യാൻസൽ ചെയ്ത് പോവാം. അവസാനം നമുക്ക് W is equal to 180/4 എന്ന് കിട്ടും, ദാറ്റ് ഇസ് 45. വേറെ ഒന്നുമില്ല. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്ക് π1 is equal to CRT എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. C ആണെങ്കിൽ N1/V ഇൻറ്റു RT. V എന്ന് പറയുന്നത് മോളാർ മാസ്, ഇത് വോളിയം മോളാർ മാസ്. R 0.083 ആണ്. T കെൽവിനിൽ വെച്ച് ചെയ്യണം, പക്ഷെ ഇവിടെ T വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. At room temperature, the solubility of carbon dioxide gas in water decreases with decrease in partial pressure of carbon dioxide. State the law behind the observation. റൂം ടെമ്പറേച്ചറിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വെള്ളത്തിൽ സോല്യൂബിൾ ആവുന്ന സൊല്യൂബിലിറ്റി കുറയും, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിക്രീസ് ചെയ്യും. സ്റ്റേറ്റ് ദ ലോയാണ് ഹെൻറീസ് ലോ, അത് സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് വാസ് അവർ 27th question. അടുത്ത 28th question. But we will wind up with this. So thank you and have a nice